ഇന്നലെ വീണ മോൾക്കും പിണറായി വിജയൻ എന്ന് പറയുന്ന അച്ഛനും മനസമാധാനം നഷ്ടപ്പെട്ട ദിവസമായിരുന്നു. നമുക്കറിയാം, CMRL-ഉം എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ ED അന്വേഷണം ചോദ്യം ചെയ്തുകൊണ്ട് CMRL നൽകിയ ഹർജി ഇന്നലെയാണ് ഹൈക്കോടതി തള്ളിയത്. ഇതോടുകൂടി വലിയ വിവാദങ്ങളും ചർച്ചകളും ഒക്കെ നടന്നു. ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോവുക എന്നുള്ളത്. പൂർണ്ണമായിട്ടും EDക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്, CMRL സ്വാഭാവികമായിട്ടും ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോകും. സുപ്രീം കോടതിയിലേക്ക് CMRL പോകുന്നതിന് മുമ്പ് തന്നെ പഴുതടച്ചിട്ടുള്ള എല്ലാ തെളിവ് ശേഖരണവും കരുതലോടും കൂടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ഒരു വിഷയത്തിൽ ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ പ്രതിപക്ഷ നേതാവാണ്, മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിയെങ്കിലും പ്രതിപക്ഷ നേതാവാണ് പിണറായി വിജയൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ മകൾ വീണയുടെ ബാങ്ക് ലോക്കറുകൾ തുറക്കാനും വിദേശ അക്കൗണ്ടുകളിലെ പണമിടപാടുകളൊക്കെ എന്തായാലും അരിച്ചു പിറക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വായിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ EDയുടെ അടുത്ത നീക്കം ഇന്നലെ തന്നെ പറഞ്ഞതുപോലെ വീണയ്ക്ക് സമൻസ് അയക്കുക, ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചു വരുത്തുക എന്നുള്ളതാണ്. ഈ ചോദ്യം ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെയും വീണയുമായും CMRL-യുമായി ബന്ധപ്പെട്ട് 12ഓളം സ്ഥലങ്ങളിൽ ED റെയ്ഡ് നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് പരിശോധനയുടെ ഭാഗമായിട്ട് വീണയോട് ED ഉദ്യോഗസ്ഥർ പല ചോദ്യങ്ങളുമൊക്കെ ചോദിച്ചിരുന്നുവെങ്കിലും വീണ മോൾക്ക് ഉത്തരമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയും വീണ കൊടുത്തിട്ടില്ല. ഡിജിറ്റൽ തെളിവുകൾ അടക്കം മുൻനിർത്തി നടത്തിയ പരിശോധനകളിലൊക്കെ ലഭിച്ചിട്ടുള്ള നിർണായകമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് അന്നും വീണയെ ചോദ്യം ചെയ്യാനായിട്ടൊക്കെ വിളിച്ചു വരുത്തിയത്. നമുക്കറിയാം, ഒരു കഴിഞ്ഞ ഇടക്ക് കുറച്ച് വർഷം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ട് വീണ ബംഗളൂരുവിൽ ഹാജരായി എന്നും വീണ വരുന്നതിന്റെ ദൃശ്യങ്ങളുമൊക്കെ അപ്പൊ അത്രത്തോളം ഒളിമറയോടുകൂടി നടത്തിയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ചോദ്യം ചെയ്യലിനൊക്കെ വീണയെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ED എന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ കഴിയും. പക്ഷെ എന്തുകൊണ്ടാണ് വീണയ്ക്ക് അവിടെ പൂർണ്ണമായ ഒരു മറുപടി കൊടുക്കാൻ കഴിയാത്തത്? ഇനി വിളിച്ചു വരുത്തുമ്പോൾ വീണ ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാതിരിക്കുമോ എന്നുള്ള ആശങ്കയല്ല, EDക്ക് കൃത്യമായിട്ട് അറിയാം എങ്ങനെ ചോദ്യം ചെയ്യണം എന്നുള്ളത്. പക്ഷെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് ഒരു പക്ഷേ ED ഒന്ന് ശങ്കിച്ചിട്ടുണ്ടാകുമോ എന്നുള്ള ആശങ്കയുമൊക്കെ പല ആളുകളും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പഴുതടച്ചുള്ള അന്വേഷണം ഇനി ഉണ്ടാകും. കാരണം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നാണ് EDക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൂടി നൽകിയിരിക്കുന്നത്. അപ്പോൾ വീണയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് ഉടൻ നൽകാനുള്ള സാധ്യതകൾ മുന്നിൽ നിൽക്കുന്നു. CMRL-യുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഉന്നതരെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് EDയുടെ കൊച്ചി ഓഫീസിലേക്ക് വിളിക്കാനുള്ള സാധ്യതകളും ഉണ്ട്. ലഭിച്ച പണം എന്താണ് ചെയ്തത് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തെത്തിക്കാൻ ഉള്ള ശ്രമത്തിലാണ് ED ഉള്ളത്. നമുക്ക് 2 കോടി രൂപയുടെ ഇടപാട് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ തള്ളിക്കളയാമെന്നുണ്ടെങ്കിൽ പോലും CMRL-യുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസം ഷോൺ ജോർജ് പറഞ്ഞ ഒരു കാര്യം കൂടി നമ്മൾ ചേർത്ത് വയ്ക്കണം. കാരണം തോറിയം കണ്ടന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടെങ്കിൽ അത് രാജ്യദ്രോഹ കുറ്റമായി മാറുമെന്നുള്ള ഒരു കാര്യം കൂടി, വെളിപ്പെടുത്തൽ കൂടി വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു കാര്യം നടത്തിയിട്ടുള്ള കമ്പനിയുമായിട്ട് അന്ന് ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും എന്തായിരുന്നു ഇടപാട്? ഇത് പൂർണ്ണമായിട്ടും വ്യക്തമാക്കേണ്ടുന്ന ഒരു സാഹചര്യം വരും. ഈ സാഹചര്യം വരുന്നതോടുകൂടി രാജ്യദ്രോഹ കുറ്റം, അത് നമ്മൾ ഇന്നലെയും പറഞ്ഞു, രാജ്യദ്രോഹ കുറ്റം വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. അപ്പോൾ എന്തായാലും CMRL-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ CMRL-ന്റെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചുമൊക്കെ തള്ളിയതിന് പിന്നാലെ കേന്ദ്ര ഏജൻസികൾ ഈ ഒരു നീക്കം ത്വരിതപ്പെടുത്തി പോകുന്നുണ്ട്. ഹൈക്കോടതി വിധി EDക്ക് ഏറ്റവും വലിയൊരു ആശ്വാസവും കൂടിയാണ്. അപ്പൊ 12ഓളം സ്ഥലങ്ങളിൽ 12ഓളം സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തുകയും ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ വീണ മറുപടി കൊടുക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് ചോദ്യം ചെയ്യലിൽ എന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇനിയുള്ള മുന്നോട്ടുള്ള പോക്ക് വീണയെ സംബന്ധിച്ച് അത്ര സുഖകരമായിരിക്കില്ല. ഈ ഒരു സാഹചര്യം മുൻനിർത്തി തന്നെയായിരിക്കും ബാക്കി കാര്യങ്ങളെല്ലാം ED പോലുള്ള ഒരു അന്വേഷണ ഏജൻസി ഏകോപിപ്പിക്കുക. നമ്മൾ പറയില്ലേ, സംസ്ഥാന പോലീസിന്റെ, അതായത് ഭരിക്കുന്നവർക്ക് വേണ്ടിയിട്ടായിരിക്കും മിക്കവാറും ഫേവറബിൾ ആയിട്ടായിരിക്കും അവർക്ക് പോലീസിന്റെ പോലും കാര്യങ്ങൾ നടത്തുക എന്നുള്ളത് നമ്മൾ ഈ കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ മുഴുവൻ കണ്ടതാണ്. അങ്ങനെ
ഭരിക്കുന്ന പാർട്ടിയുടെ അമരത്തിരിക്കുന്ന അച്ഛന്റെ പോലീസ് നൽകുന്ന ഒരു കണ്ണടക്കലൊന്നും EDയുടെ ഭാഗത്തു നിന്ന് ഇനി ഉണ്ടാകില്ല. മാത്രമല്ല ഭരിക്കുന്ന സ്ഥാനത്ത് നിന്ന് മാറുകയും പ്രതിപക്ഷത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ പരിശോധനകൾക്ക് പിന്നാലെ EDയുടെ ഡയറക്ടർ ആയിട്ടുള്ള രാഹുൽ നവീൻ അദ്ദേഹം ഇവിടെ കൊച്ചിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടി പൂർണ്ണമായ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഇനിയുള്ള മുന്നോട്ട് പോക്ക്. അതുകൊണ്ട് തന്നെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്കാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ ഉള്ളത്. നമുക്ക് പറയാം, ഇത് വീണയുമായി ബന്ധപ്പെട്ട കേസാണ്. അപ്പോൾ വീണയുടെ വീണയുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. അതുകൊണ്ട് വീണ സ്വാഭാവികമായിട്ടും അച്ഛന്റെ കൂടെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് പിണറായിയുടെ വീട്ടിലേക്ക് പോയി എന്നൊക്കെ നമുക്ക് പറയാം, ന്യായവാദങ്ങൾ നിരത്താം എന്നുള്ളതല്ലാതെ അച്ഛന്റെ പിന്തുണയില്ലാതെ AKG സെന്ററിന്റെ അഡ്രസ്സ് കൊടുത്തുകൊണ്ട് ഒരു സ്ഥാപനം തുടങ്ങാനും അച്ഛന്റെ പിന്തുണയില്ലാതെ ഇത്രയും വലിയൊരു കമ്പനിയിൽ നിന്ന് ഇത്രയും രൂപ ഇങ്ങനെ വാങ്ങാനും ഒക്കെ എങ്ങനെ കഴിഞ്ഞു എന്നുള്ള സ്വാഭാവികമായിട്ടും ഒരു സാധാരണക്കാരന്റെ ചോദ്യം പോലുമുണ്ട്. അപ്പൊ ആ സാധാരണക്കാരന് പോലും ദഹിക്കാത്ത രീതിയിലുള്ള ഒരു മറുപടിയാണ് CPMന്റെ ഭാഗത്ത് നിന്ന് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഇതിൽ ഇവർ കാണിച്ച ഒരു മഠയത്തരം എന്ന് പറയുന്നത്, ED ഉദ്യോഗസ്ഥർ എത്തിയ സമയത്ത് അവരെ തടയുകയും അവർക്കെതിരെ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു. അത് കേന്ദ്ര സേനയാണ്, കേന്ദ്രത്തിന്റെ ഫോഴ്സാണ്, കേന്ദ്ര ഏജൻസിയാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത്. ഇവരിവിടെ കിടന്ന് സാധാരണക്കാരെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കുന്നത് പോലെ അങ്ങ് പേടിപ്പിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ചുപേർ അകത്ത് കിടക്കുന്നുണ്ട്. അവർക്ക് ജാമ്യം കിട്ടുമോ എന്നുള്ളത് പോലും അറിയില്ല. ഈ പോയ ആളുകൾക്കൊന്നും മനസ്സിലാവാത്ത ഒരു കാര്യം ഇനിയും പറയുകയാണ്, ഈ പറയുന്ന നേതാക്കൾ ആരും രംഗത്തിറങ്ങിയില്ല, അവരാരും അകത്ത് കിടക്കുന്നതുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പിണറായി വിജയന്റെ മകൾ വീണയെ ചോദ്യം ചെയ്യാനായിട്ട് ED എത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീണയുടെ വീട്ടിലേക്ക് റെയ്ഡിന് വേണ്ടി ED എത്തുമ്പോൾ എന്തിനു വേണ്ടി ഇവരെ രംഗത്തിറക്കി വിട്ടു? ഇത് പാർട്ടിയുടെ തീരുമാനമില്ലാതെ ഇത്തരത്തിലൊരു കാര്യം നടപ്പാകുകയുമില്ല. അപ്പൊ എന്തായാലും പൂർണ്ണമായിട്ടൊരു കൃത്യമായൊരു സർജറി എന്ന് പറയാം നമുക്ക്. ആ സർജറി ആയിരിക്കാം നടക്കാൻ പോകുന്നത്. കേസുമായി ബന്ധപ്പെട്ട വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലെ 242 അക്കൗണ്ടുകളിലായിട്ട് ഏകദേശം 18 കോടിയോളം രൂപ ഇതിനകം തന്നെ ED മരവിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് വീണയുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട്. ഇതിന് പുറമെ തന്നെ വീണയുടെ ബാങ്ക് ലോക്കർ തുറന്നു പരിശോധിക്കാനും സാധ്യതകളുണ്ട്. അത് തീരുമാനമായിട്ടുണ്ട്. വീണയുടെ വിദേശ അക്കൗണ്ടുകൾ വഴിയുള്ള പണമിടപാടുകളെ കുറിച്ചും കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തുന്നുണ്ട്. CMRLുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ ഉദ്യോഗസ്ഥരെയുമൊക്കെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യുകയും ചെയ്യും. കേസിൽ ആകെ 132 കോടിയോളം രൂപയുടെ വൻ സാമ്പത്തിക ക്രമക്കേട് നടത്തിയിട്ടുണ്ട് എന്നാണ് ED വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ കള്ളപ്പണ ഇടപാടിൽ നിന്നാണ് വീണയ്ക്ക് ഉൾപ്പെടെയുള്ളവർക്ക് CMRL പണം നൽകിയത്. ഈ തുക ആരൊക്കെ കൈപ്പറ്റിയിട്ടുണ്ടോ അവരിലേക്കെല്ലാം അന്വേഷണം പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ നമ്മൾ പറയില്ലേ, പാർട്ടി പ്രവർത്തന ഫണ്ടിലേക്ക് വേണ്ടിയിട്ട് പല കമ്പനികളിൽ നിന്നുമൊക്കെ പാർട്ടികൾ പണം വാങ്ങാറുണ്ട്. അത് മാത്രമല്ല, ആ ലിസ്റ്റുള്ള ഡയറി എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അന്വേഷണം മുറുകുമ്പോൾ ഈ പറയുന്ന എല്ലാവരിലേക്കും തന്നെ അന്വേഷണം പോകണം. വീണയിലേക്ക് മാത്രമല്ല, വീണയെ തൊട്ടാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിനെ എത്രത്തോളം പൊള്ളും എന്നുള്ളത് നിയമസഭയിൽ അദ്ദേഹത്തിന്റെ മാത്യു കുഴൽനാടന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം പൊട്ടിത്തെറിച്ചൊരു നിമിഷമുണ്ട്. അവിടെ മുഖ്യമന്ത്രി എന്ന സ്ഥാനത്ത് നിന്ന് അച്ഛനായിട്ട്, വീണ വിജയൻ എന്ന് പറയുന്ന യുവതിയുടെ അച്ഛനായിട്ട് അദ്ദേഹം മാറുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടതാണ്. അപ്പോ അതിൽ PV ഉണ്ട്, RC ഉണ്ട്, അങ്ങനെ പല പേരുകാരുമുണ്ട്. ഈ പേരുകാരിലേക്ക് കൂടി അന്വേഷണം വരണം. കാര്യം ശരിയാണ്, വീണ വിജയന്റെ ഭാഗത്തുള്ള കാര്യങ്ങളുണ്ട്. ഇത്രയും കോടി രൂപ എവിടേക്ക് പോയി, അത് തിരിച്ചു കൊടുത്തിട്ടുണ്ട്, എത്ര രൂപ തിരിച്ചു കൊടുത്തിട്ടുണ്ട്, ഈ തിരിച്ചു കൊടുത്തതിന്റെ ഉദ്ദേശം എന്താണ്, തന്നതിന്റെ ഉദ്ദേശം എന്താണ്, അങ്ങനെ 100 കാര്യങ്ങൾ ഇതിനിടയിൽ കിടക്കുമ്പോഴും നമ്മൾ ഒരു അന്വേഷണം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അന്വേഷണം പോകണം. അങ്ങനെയെങ്കിൽ ആ ഡയറിയിൽ പേരുള്ള ഓരോരുത്തരും എന്തിനെല്ലാം വേണ്ടിയിട്ട്
ഈ ഒരു കാര്യം വാങ്ങിയിട്ടുണ്ട്, പണം വാങ്ങിയിട്ടുണ്ട് ഈ ഒരു കമ്പനിയിൽ നിന്ന് എന്നുള്ളത് കൂടി അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. എന്തായാലും വീണ വിജയന് ഇനി മനസമാധാനം ഉണ്ടാകില്ല. പിണറായി വിജയൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനും ഇനി മനസമാധാനമില്ലാത്ത നാളുകളാണ്. അധികം വൈകാതെ ED തൂക്കിയെടുത്തു കൊണ്ടുപോകാനുള്ള സാധ്യതകളും ഏറെയാണ്. കുറെ നാളുകളായിട്ട് നമ്മൾ ഇത് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഭരണത്തിൽ നിന്ന് കൂടി മാറിയ സ്ഥിതിക്ക് കുറച്ചുകൂടെ അന്വേഷണത്തിന്റെ കാര്യങ്ങൾ മുറുകാനുള്ള സാധ്യതകളും കൂടുതലാണ്.